രക്തസാക്ഷി ഫണ്ട് വിവാദം രക്തസാക്ഷികളെ അപമാനിച്ചത് CPIM ആണെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ കണ്ണൂരിൽ പറഞ്ഞു. രക്തസാക്ഷികളുടെ ചിത്രമുള്ള പോസ്റ്റർ കണ്ണൂരിൽ പതിച്ചത് തട്ടിപ്പാണെന്നും ജനങ്ങളോട് പറയാൻ DYFI SFI പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും ഫണ്ട് തട്ടിപ്പിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് പ്രകോപനം സൃഷ്ടിക്കുന്നതെന്നും ധനരാജിന്റെ കുടുംബത്തോടൊപ്പം വാർത്താസമ്മേളനത്തിന് CPMന് ധൈര്യമുണ്ടോ എന്നും വിജിൽ മോഹനൻ ചോദിച്ചു. സംസ്ഥാനത്തെ മറ്റു രക്തസാക്ഷികളുടെ ഫണ്ടിലും ക്രമക്കേട് നടന്നതായി സംശയിക്കുന്നതായും തിരുവനന്തപുരത്തെ രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ടെന്നും വിജിൽ മോഹനൻ കണ്ണൂരിൽ പറഞ്ഞു. പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നും രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ പ്രചാരണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 12 ഷുഹൈബിന്റെ 8ാം രക്തസാക്ഷിത്വ ദിനം കടന്നു വരികയാണ്. എല്ലാ വർഷവും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തുന്നത് പോലെ വിപുലമായ രക്തസാക്ഷി അനുസ്മരണ പരിപാടികളാണ് ഈ വർഷവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണ 12 കല്യാശ്ശേരി അസംബ്ലിയിലെ പഴയങ്ങാടിയിൽ യുവജന റാലിയും അനുസ്മരണ സമ്മേളനവും നടത്താൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തൽ CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗം നടത്തിയപ്പോൾ അതിൽ ആ വെളിപ്പെടുത്തലിൽ നിന്നും പാർട്ടി സമ്മർദ്ദത്തിലായ ആ ഒരു സാഹചര്യത്തിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ ടൗണിൽ കഴിഞ്ഞ ദിവസം SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിട്ടത് എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ പയ്യന്നൂർ വിഷയത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിച്ചു മാറ്റുന്നതിന് വേണ്ടി ആസൂത്രിതമായ ഒരു അക്രമം ജില്ലാ സെക്രട്ടറിയുടെ അറിവോടുകൂടി തന്നെ SFIയുടെയും DYFIയുടെയും ഗുണ്ടകൾ ഇറങ്ങിക്കൊണ്ട് ആസൂത്രിതമായ ഒരു അക്രമമാണ് അന്നത്തെ പ്രകടനത്തിന് നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് നേരെ SFIയുടെയും DYFIയുടെയും ഗുണ്ടകളെന്ന് അഴിച്ചുവിട്ടത്. യൂത്ത് കോൺഗ്രസ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ CPM ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ല എങ്കിൽ, അവർക്കത് ഉറപ്പുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട രക്തസാക്ഷി ധനരാജിൻ്റെ കുടുംബത്തെ അത് ബോധ്യപ്പെടുത്താൻ ജില്ലാ സെക്രട്ടറി തയ്യാറാവണം. ആ ധനരാജിൻ്റെ കുടുംബത്തെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇതുപോലൊരു മാധ്യമ സമ്മേളനം വിളിക്കാൻ CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് ധൈര്യമുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലയിലെ മുഴുവൻ രക്തസാക്ഷികളുടെ, സംസ്ഥാനത്തെ മുഴുവൻ രക്തസാക്ഷികളുടെ ഫണ്ട് പിരിവിലും CPM ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ധനരാജിൻ്റെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ആക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതോടൊപ്പം ആക്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ